കരുവന്നൂർ കള്ളപ്പണ കേസിൽ പ്രതികൾക്കെതിരെ ഇഡി ചുമത്തിയ കുറ്റങ്ങൾ നിയമവിദഗ്ധ സംഘം പരിശോധിക്കുന്നു. അന്തിമാനുമതിയായ രണ്ടാം ഘട്ട കുറ്റപത്രം നിയമവിദഗ്ധർ കൂടി പരിശോധിച്ച ശേഷം വിചാരണ കോടതിയിൽ സമർപ്പിക്കും. പ്രതിപട്ടികയിലെ എല്ലാവരുടെയും കുറ്റങ്ങൾ പരിശോധിച്ച അന്വേഷണ സംഘത്തിൽ നിന്ന് വ്യക്തത തേടുന്നുണ്ട്. രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിലെ അന്തിമ കുറ്റപത്രം, അതായത് രണ്ടാം ഘട്ട കുറ്റപത്രം, അതിന് വേണ്ടിയിട്ടുള്ള അനുമതി, സമർപ്പിക്കാനായിട്ടുള്ള അനുമതി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നിയമപരിശോധനയ്ക്ക് നിലവിൽ കുറ്റപത്രം കൈമാറിയിരിക്കുകയാണ്. വിദഗ്ധമായിട്ടുള്ള നിയമപരിശോധനയ്ക്ക് ശേഷമായിരിക്കും വിചാരണ കോടതിയിൽ ഇഡി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുക. കാരണം പഴുതുകൾ അടച്ചുള്ള കുറ്റപത്രം അത് കോടതിയിൽ സമർപ്പിച്ചെങ്കിൽ മാത്രമേ കേസ് ബലപ്പെടൂ. അതുകൊണ്ട് തന്നെയാണ് നിയമപരിശോധന വലിയ രീതിയിൽ വിശദമായിട്ട് തന്നെ നടത്താനായിട്ടുള്ള ഇഡി ഉദ്യോഗസ്ഥരുടെ തീരുമാനം. അതിനനുസരിച്ച് തന്നെയായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു സമയം നീളുക. എന്തായാലും 30 പേരെങ്കിലും ഈ അന്തിമ കുറ്റപത്രത്തിൽ പ്രതിപട്ടികയിൽ ഉണ്ടാകുമെന്നാണ് അനുമാനിക്കുന്നത്. പ്രത്യേകിച്ച് രണ്ടാം ഘട്ടത്തിൽ ചോദ്യം ചെയ്തവരെന്ന് പറയുന്നത് CPM-ന്റെ നേതാക്കൾ തന്നെയാണ്. അതായത് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളുകളെ തന്നെയായിരുന്നു രണ്ടാം ഘട്ടത്തിൽ പ്രധാനമായിട്ടും ചോദ്യം ചെയ്തത്. AC മൊയ്തീൻ, അതോടൊപ്പം തന്നെ PK ബിജു, K രാധാകൃഷ്ണൻ MP, MM വർഗീസ് അടക്കമുള്ളവരെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ ബാങ്കിന്റെ വായ്പ, വലിയ തുക വായ്പ എടുത്ത് അത് തിരിച്ചടയ്ക്കാതെ കബളിപ്പിച്ചവരെയാണ് രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ടത്തിൽ തന്നെയാണ് ഈ കള്ളപ്പണം അത് സംഭാവനയായിട്ട് സ്വീകരിച്ച CPM-ഉം അതിൻ്റെ നേതാക്കളും അടക്കം ഈ ഒരു കുറ്റപത്രത്തിൽ ഉൾപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ആ നേതാക്കളും ഒരു പക്ഷേ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടേക്കാം. എന്തായാലും ഇക്കാര്യത്തിൽ നിയമപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നിലവിൽ കുറ്റപത്രത്തിന്റെ പകർപ്പ് കൈമാറിയിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും വിചാരണ കോടതിയിൽ അത് സമർപ്പിക്കുക. നേരത്തെ ഇഡി വലിയ രീതിയിൽ വിശദമായിട്ട് അന്വേഷണം നടത്തിയ ഒരു കേസ്, പ്രമാദമായിട്ടുള്ള ഒരു കേസ്. അതുകൊണ്ട് തന്നെ പ്രതിഭാഗത്തിന് യാതൊരു തരത്തിലുമുള്ള പഴുതുകൾ ഉണ്ടാകാൻ പാടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് വിട്ടിട്ടുള്ളത്. നിലവിൽ ജോയിന്റ് ഡയറക്ടറും അഡീഷണൽ ഡയറക്ടറും ഈ കുറ്റപത്രം പരിശോധിച്ച് അനുമതി നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് നിയമപരിശോധനയ്ക്ക് വിട്ടിട്ടുള്ളത്. എന്തായാലും ഈ കരുവന്നൂർ കേസിൽ CPM പ്രതിക്കൂട്ടിലായ ഒരു സാഹചര്യമുണ്ട്. CPM-ന്റെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ചോദ്യം ചെയ്യലിന് വിധേയമായി. അതുകൊണ്ട് തന്നെ കുറ്റപത്രത്തിൽ അതിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾ, അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് അത് CPM-നെ കൂടുതൽ, പ്രത്യേകിച്ച് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. എന്തായാലും അന്തിമ കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നാണ് ഇഡി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ദേവിക.